പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെ മുതൽ സംഭവിച്ച വാർത്തകൾ തലക്കെട്ടുകൾ അതൊക്കെയാണ്. ഒരുപാട് പ്രേക്ഷകർ കമന്റ് ബോക്സിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസമാണെന്ന് വ്യക്തിപരമായി ചോദിച്ചാൽ അല്ല എന്ന് വേണം പറയാൻ. അതിന് കാരണം കള്ളക്കേസ്, കസ്റ്റഡി, മർദ്ദനം, പ്രതികാര വാഴ്ച. അതിരപ്പള്ളി റിപ്പോർട്ടർ റുബിൻ ലാലിനെ ജൂൺ 7 വരെ റിമാൻഡ് ചെയ്തു. ജാമ്യാപേക്ഷ ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നാളെ പരിഗണിക്കും. വനം വകുപ്പ് ഉദ്യോഗസ്ഥന്റെ പരാതിയിലാണ് നടപടി. വാർത്താ ദൃശ്യങ്ങൾ പകർത്തുന്നതുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിലെടുത്ത റുബിൻ ലാലിനെ പോലീസ് ലോക്കപ്പിൽ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. മർദ്ദനം എന്നെ കഴുത്തി പിടിച്ച് ഞെക്കിയിരുന്നു. കുറെ നേരം കഴുത്തി പിടിച്ചു. ഇങ്ങനെ സി ഐ ആണ് ഉന്തിയത്. അത് അടിവസ്ത്രത്തിലാണ്. ഇത്രയും നേരം അടിവസ്ത്രത്തിലാണ്. ഷർട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്നെ വീട്ടിൽ നിന്ന് കയറ്റി കൊണ്ടുവന്നത്. എന്നെ മർദ്ദിച്ചിരുന്നു. വീട്ടിൽ നിന്ന് അസഭ്യം പറഞ്ഞിരുന്നു. തന്നെ ഒരുപാട് അസഭ്യം പറഞ്ഞു. എന്നെ കഴുത്തിന് പിടിച്ച് ഞെക്കി കൊല്ലും എന്ന് പറഞ്ഞു. സി ഐ ആണ് കൊല്ലും എന്ന് പറഞ്ഞേ. സി ഐ എന്നെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞേ. സിയുടെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രിക്കും DGPക്കും 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ പരാതിയും നൽകി. എസ് ശ്രീകാന്ത് വിവരങ്ങൾ മാറ്റുന്നു. ശ്രീകാന്ത്, ഒരു മാധ്യമപ്രവർത്തകനെന്നോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ കൊമ്പുണ്ടോ? കൊമ്പൊന്നുമില്ല. സാധാരണ പൗരന്മാരാണ്. ഒരു സാധാരണ പൗരനെ കൊടും കുറ്റവാളി, ബലാത്സംഗി, കൊലപാതകി, കൊള്ളിവെപ്പുകാരൻ എന്ന മട്ടിൽ രാത്രി വീട് വളഞ്ഞ പിടിക്കുക, ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെ ഇറക്കിക്കൊണ്ടുവരിക, കഴുത്തിൽ കുത്തിപ്പിടിക്കുക, വനിതാ GD ഓഫീസറുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിൽ അടിവസ്ത്രത്തിൽ നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഗൗരവത്തിൽ കോടതി കേൾക്കുന്നു. ചെറിയ കാര്യമല്ല ശ്രീകാന്ത്. നിലവിലിപ്പോൾ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ചാലക്കുടിയിലെ കോടതി റൂബിൻ ലാലിൻ്റെ മൊഴി എടുക്കുകയാണ്. കാരണം ഇന്നലെ രാത്രി തുടങ്ങി ഇന്ന് രാവിലെ വരെ റൂബിൻ ലാൽ നേരിട്ട ആക്രമണം, അതോടൊപ്പം തന്നെ അവഹേളനം എന്തൊക്കെയാണ് എന്ന് കോടതി മുൻപാകെ റൂബിൻ ലാലിന് പറയുന്നതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. കോടതി പോലീസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, പോലീസിനെതിരെ പരാതിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഉപദ്രവിച്ചു എന്ന് റൂബിൻ ലാൽ കോടതി മുൻപാകെ പറഞ്ഞു. തുടർന്ന് മൊഴിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. റൂബിൻ ലാലിനെ ഇന്നലെ വീട്ടിൽ നിന്നും ഒരു ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെയാണ് പോലീസ് കൂട്ടിക്കൊണ്ടുവന്നത്. വാഹനത്തിലേക്ക് കയറ്റും മുമ്പ് റൂബിൻ ലാലിൻ്റെ ഫോൺ നിലത്തെറിഞ്ഞ് പൊട്ടിച്ചു. ആ ഫോൺ പിന്നീട് വരും വഴി എറിഞ്ഞു കളഞ്ഞു പോലീസ് എന്നുള്ളതാണ് റൂബിൻ ലാൽ പറയുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ഇപ്പോൾ കോടതിയോട് മൊഴിയായി നൽകാൻ റൂബിൻ ലാൽ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ CIയുടെ നേതൃത്വത്തിൽ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു എന്നും റൂബിൻ ലാൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അക്കാര്യമടക്കം ഇന്ന് മൊഴിയിൽ റൂബിൻ ലാൽ നൽകുകയും ചെയ്യും. അടിവസ്ത്രം ഇടിയിച്ച് വനിതാ GD ഓഫീസർ മാത്രം ഇരുന്ന ആ ഒരു സ്റ്റേഷനിൽ അടിവസ്ത്രം ഇടിയിച്ച് രാത്രി മുതൽ രാവിലെ വരെ നിർത്തി എന്നുള്ള ആക്ഷേപവുമുണ്ട്. അതടക്കം എന്തായാലും കോടതി മുൻപാകെ വരും. അറസ്റ്റ് മെമ്മോ നൽകാതെ വീട്ടിൽ നിന്നും പിടികൂടി. ഇൻറ്റിമേഷൻ നൽകിയില്ല. വീട്ടിൽ അഭിഭാഷകരുമായി സംസാരിക്കാൻ അനുവദിച്ചില്ല. വെള്ളം കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല, ബന്ധുക്കളെ കാണാൻ അനുവദിച്ചില്ല. അടിയന്തരാവസ്ഥ കാലത്ത് പോലും കെട്ടുകേൾവിയില്ലാത്ത നടപടികളാണ് ഈ CIയുടെ നേതൃത്വത്തിൽ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറിയത്. അത്തരമൊരു ഉദ്യോഗസ്ഥനെതിരെ മൊഴി നൽകാനുള്ള അവസരം കിട്ടിയിരിക്കുന്നു. നിലവിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ APP കോടതി മുൻപാകെ പറഞ്ഞ കാര്യം, ഈ ജാമ്യത്തെ അതിശക്തമായി അദ്ദേഹം എതിർത്തു. ശ്രീകാന്ത്, ഏതെങ്കിലും ഒരു കാട്ടുപന്നി പരിക്കേറ്റ് കിടന്നു, അത് ചിത്രീകരിക്കാൻ പോയി എന്ന കുറ്റത്തിനൊക്കെ അപ്പുറം അത് മഹാപാതകമാണോ എന്ന് വനംവകുപ്പിനോടും ആഭ്യന്തര വകുപ്പിനോടും ചോദിക്കണം. എന്നതിനപ്പുറം ശ്രീകാന്തിന് ഓർമ്മയുണ്ട്, ഒരു കമലപ്പാട്ടി എന്ന് പറയുന്ന ഒരു ആദിവാസി ഊരിലെ പുഴുവരിച്ച് കിടന്ന ഒരു വൃദ്ധ വയോധികയുടെ കഥ. ആ വാർത്ത അടക്കം ആ മേഖലയിലെ വനം വകുപ്പ് കടന്നു ചെല്ലാത്ത മേഖലകളിലെ വാർത്തകൾ നിരന്തരം ലോകത്തോട് അറിയിക്കുന്ന വനം വകുപ്പിന് ഒരു ശല്യക്കാരൻ എന്ന് അവരുടെ ഹിറ്റ് ലിസ്റ്റിൽപ്പെടുത്തിയ ഒരു മാധ്യമപ്രവർത്തകനാണ് എന്ന് പറഞ്ഞാൽ അവരുടെ യാതനകൾ, അവരുടെ വേദനകൾ പുറം ലോകത്തെ അറിയിച്ചു എന്നുള്ള ഒരു ദീർഘചരിത്രം റൂബിൻ ലാലിന് മാത്രം. റൂബിൻ്റെ അച്ഛനും ഉണ്ട്. റൂബിൻ്റെ അച്ഛനും ഈ മേഖലകളിൽ പഴയ CPM ആണ് റൂബിൻ്റെ അച്ഛൻ. ആ മേഖലകളിൽ പോയി അതിരപ്പള്ളി സമരമുഖത്തെ മുൻനിര പോരാളിയായിരുന്നു റൂബിൻ്റെ അച്ഛൻ. ആ മേഖലയിൽ ആദിവാസികളുടെ വേദനകൾ, യാതനകൾ, അതിന് പരിഹാരമുണ്ടാക്കുന്നത് ഒരു ആക്ടിവിസ്റ്റിനെ പോലെ അവർക്കിടയിൽ നിന്ന ആളാണ് റൂബിൻ്റെ അച്ഛൻ റൂബിൻ. അപ്പോൾ ഈ ചരിത്രം വനം വകുപ്പിന് തലവേദന ഉണ്ടാക്കുന്നതാണ്. അതാണ് പ്രതികാരത്തിൻ്റെ, പകയുടെ യഥാർത്ഥ കാരണം എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ടോ നമുക്ക് ശ്രീകാന്ത്? അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം കോടതി മുൻപാകെ ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ് കോടതി നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കാനായി വീണ്ടും ഇപ്പോൾ മാറ്റിയത്. നാളെ റൂബിൻ ലാലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും. ഹാഷ്മി ഇപ്പോൾ പറഞ്ഞതുപോലെ ആദിവാസി വിഷയങ്ങളിൽ, പരിസ്ഥിതി വിഷയങ്ങളിൽ മുൻനിര പോരാളിയായിരുന്നു റൂബിൻ ലാലിന്റെ അച്ഛനും ആ കുടുംബവും. അന്ന് മുതൽ തന്നെ ഈ വനം വകുപ്പിന്റെ കണ്ണിലെ കരടാണ് ഇരുവരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.
ഈ വനം വകുപ്പ് ഈ സാധാരണക്കാരായ പൊതുജനങ്ങളോട് ചെയ്യുന്ന ഒരു നെറികേടുണ്ട്, നീതികേടുണ്ട്. അതെന്തെന്നാൽ വനത്തിനടുത്താണ് ജീവിക്കുന്നതെങ്കിൽ അവരുടെ ചെയ്തികൾക്കെതിരെ ശബ്ദമുയർത്തിയാൽ, വിരലുയർത്തിയാൽ അവർ ചെയ്യുന്നത് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നൊരു വകുപ്പ് എണ്ണിച്ചുട്ടവർ വെച്ചിട്ടുണ്ട്. അതെടുത്ത് തലയിൽ വെച്ചു കൊടുക്കും. അല്ലെങ്കിൽ അവർ ചെയ്യാൻ പോകുന്നത് വനത്തിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി എന്നൊരു വകുപ്പും കൂടി അങ്ങ് ചാർത്തും. അതിനുശേഷം അതിക്രൂരമായ വേട്ടയാടലായിരിക്കും നടക്കാൻ പോകുന്നത്. ഈ ഹാബിച്വൽ ഒഫൻഡർ എന്ന് കോടതിയിൽ ഈ പോലീസ്, ഈ CIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് പറയുന്നത് സമാനമായ രീതിയിൽ ഈ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നൊരു കുറ്റമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വനത്തോട് ചേർന്ന് കിടക്കുന്ന വനം വകുപ്പിനോട് എന്നും സന്ധി ചെയ്യാതെ പോരാട്ടം നടത്തുന്നവരെ സംബന്ധിച്ച് ഈ വകുപ്പുകൾ അലങ്കാരമായി അല്ല ശ്രീകാന്ത്, ഇവിടെ ഈ റൂബിൻ ലാൽ എന്ന് പറയുന്ന കേവലം റിപ്പോർട്ടർ മാത്രമല്ലേ, ഇപ്പൊ നമുക്ക് കുറച്ച് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാവുന്ന ആളാണല്ലോ. അപ്പോൾ അവിടെ ഈ ആധാർ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ വൃദ്ധ വയോധിക, പുഴുവരിച്ച് കിടന്ന വൃദ്ധ വയോധിക്ക് പെൻഷനില്ല, പെൻഷനെല്ലാം സെറ്റാക്കി റൂബിൻ്റെ ഒറ്റയാൾ പോരാട്ടത്തിൽ അതൊക്കെ ശരിയാക്കിയപ്പോഴത്തേക്കും അമ്മ മരിച്ചു, ഈ വൃദ്ധ വയോധിക മരിച്ചു. അങ്ങനെ 100 ഇടപെടലുകളിൽ ഇവർക്ക് വനം വകുപ്പ് അടുക്കാത്ത മേഖലകളിൽ പോയി സഹായം കൊടുക്കുന്ന ആളാണെന്നേ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ മലക്കപ്പാറ ആ ഊരുകളിൽ പോയി അവിടുത്തെ കുട്ടികളോട്, പ്രായമുള്ളവരോട് ചോദിച്ചു നോക്ക്, റൂബിൻലാലിൻ്റെ പേരെടുത്ത് പറയാൻ അവർക്കറിയാം. അവർക്കൊരു രക്ഷകനും ദൈവതുല്യനും പോലെയാണ് ഈ റൂബിൻ. അപ്പോൾ ഇതിൻ്റെ ചുരുക്കാണ് ശ്രീകാന്ത്. റൂബിൻലാൽ റിമാൻഡിലായിരിക്കുന്നു. റൂബിൻലാലിനെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ്. റൂബിൻലാൽ നേരിട്ട പോലീസ് മർദ്ദനത്തിൻ്റെ, കഴുത്തിന് കുത്തിപ്പിടിച്ചതിൻ്റെയും കൊങ്ങായ്ക്ക് പിടിച്ചതിൻ്റെയും അടിവസ്ത്രത്തിൽ ഒരു വനിതാ GD ഓഫീസറിലേക്ക് അടിവസ്ത്രത്തിൽ ആ ലോക്കപ്പിൽ നിർത്തിയതിൻ്റെയും ഒക്കെ കാര്യം കോടതിയോട് പറഞ്ഞു. കോടതി വിശദമായി മൊഴിയെടുക്കാൻ ആവശ്യപ്പെട്ടു. വിശദമായി മൊഴിയെടുത്ത് നാളെ തന്നെ അടിയന്തരമായി റൂബിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും. ആ ജാമ്യാപേക്ഷയിൽ നീതി ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. കാര്യം റൂബിൻ തെറ്റുകാരനല്ല. റൂബിൻ ചെയ്ത പാതകം, ആ മേഖലയുടെ കൊടിയ യാതനകൾ, പുഴുക്കളെ പോലെ ജീവിക്കേണ്ടി വരുന്ന പരമസാധു മനുഷ്യരുടെ കൊടിയ യാതനകൾ ലോകത്തോട് നിരന്തരം കാലങ്ങളായി, ഒരുപക്ഷെ തലമുറകളായി റൂബിൻ്റെ അച്ഛൻ ചെയ്തിരുന്ന അതേ ധാർമ്മിക രോഷം സിരകളിൽ പേറി ആ ചോരയുള്ള റൂബിൻ ആ യാതനകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു നമ്മുടെ ചാനലിലൂടെ എന്ന തെറ്റാണ് റൂബിൻ ചെയ്തതെന്ന് ഞങ്ങൾക്ക് വളരെ കൃത്യമായി നന്നായ ബോധ്യമുണ്ട്. അത് ഭരണകൂടത്തിനത് ബാധകമാണെങ്കിൽ ഞങ്ങൾക്കത് നീതിക്ക് വേണ്ടിയുള്ള നിലയുറപ്പിക്കലാണ്. ആ നീതിക്ക് വേണ്ടി നിലയുറപ്പിക്കലിൽ ജയിലിലേക്ക് റൂബിൻലാൽ പോകുന്നത് റൂബിന് അലങ്കാരമാണ് എന്ന് തന്നെ പറയാം. ശ്രീകാന്ത്, ഞാൻ ചോദിച്ചത്, അപ്പോൾ വനം വകുപ്പിന് റൂബിനോട് ദീർഘകാലമായി ചൊരുക്കുണ്ടാക്കാനുള്ള പല കാരണങ്ങളുണ്ടെന്നേ. ഞാൻ നേരത്തെ പറഞ്ഞ പാർട്ടി പുഴുവരിച്ച് കിടന്ന ആ വാർത്ത പുറം ലോകം എത്തിച്ച അടക്കം. തീർച്ചയായും ഹാഷ്മി, ഈ അടുത്ത സമയത്ത് പോലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ റൂബിൻലാലിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. അവർ പറഞ്ഞത് നിന്നെ ഞങ്ങൾ എടുത്തോളാം എന്ന രീതിയിലാണ് റൂബിനോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം അവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കാര്യം ഹാബിച്വൽ ഒഫൻഡർ ആണ് എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ അവർക്കെതിരെ ശബ്ദമുയർത്തിയാൽ, അവരുടെ വീഴ്ചകൾ തുറന്നു കാട്ടിയാൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നൊരു വകുപ്പ് തലയിൽ ചുമത്തും. അതുമല്ലെങ്കിൽ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വനത്തിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറി എന്നൊരു കാര്യമാണ്. നിരവധി സംഘടനാ പ്രവർത്തകരാണ് ഈ അതിരപ്പള്ളി മേഖലയിൽ ഈ കേസിന്റെ ഇരകളായി ഇന്നും കോടതി വരാന്തകളിൽ കയറിയിറങ്ങി നടക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. നിരവധി മാധ്യമപ്രവർത്തകർക്ക് നേരെയാണ് ഈ വനം വകുപ്പ് ഇത്തരം ഈ നീതിക്ക് നിരക്കാത്ത വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് ഈ മാധ്യമപ്രവർത്തകരെ വായടയ്ക്കാനും സംഘടനാ പ്രവർത്തകരെ വീടിനുള്ളിലേക്ക് ഒതുക്കാനും ഈ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഈ നടപടികൾ ഉണ്ടാകുന്നത്. അല്ല ശ്രീകാന്ത്, മാധ്യമപ്രവർത്തകരെ മാത്രമല്ല, സംഘടനാ പ്രവർത്തകരെ മാത്രമല്ല. ഇപ്പം ശ്രീകാന്ത് ആ മേഖലയിലുള്ള മനുഷ്യരോട് പോയി സംസാരിക്കൂ. ആ മനുഷ്യർ പറയും ഈ വനം വകുപ്പ് ഞങ്ങളെ കാണുന്നത് ശത്രുക്കളെ പോലെയാണ്. ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഞങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവർ കാണിക്കുന്നത് മര്യാദകേടാണെന്ന് അവർ പറയുന്നേ. അപ്പോൾ ആ മര്യാദകേടുകൾ പുറം ലോകത്തോട് പറയുമ്പോൾ ഈ ചൊരുക്കും കിട്ടിയ എന്തെങ്കിലും ഒരു അവസരത്തിന് പിടിച്ചകത്തിട്ട് 4 ഇടി ഇടിക്കാൻ അവർക്ക് കിട്ടുന്ന അവസരം പാഴാക്കില്ല. അത് ഭരണകൂട ഭീകരതയുടെ സ്ഥിരം സ്വഭാവമാണ് ശ്രീകാന്ത്. ഒരു സംശയം വേണ്ട, നമ്മൾ നിരവധി പേരുടെ പ്രതികരണം അവിടെ വെച്ച് തന്നെ എടുത്തിരുന്നു. അവരെല്ലാം പറയുന്നത് ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യം, വലിയ വന്യജീവി പ്രശ്നം നേരിടുന്നുണ്ട് ആ മേഖല. വനം വകുപ്പിനെ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, ആ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചാൽ ധാർഷ്ട്യങ്കൽ എന്ന രീതിയിലാണ് മറുപടി. ഒരു തരത്തിലും അവർ ഇവിടുത്തെ ജനങ്ങളെ സഹായിക്കാൻ തയ്യാറാകുന്നില്ല. ജീവൽ ഭയം വലിയ തോതിൽ അവർക്കിടയിലുണ്ട്. കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല. എന്തിനേറെ പറയുന്നു, ഇതേ CI ഇരിക്കുന്ന അതിരപ്പള്ളി പോലീസ് സ്റ്റേഷന് മുന്നിലെ ഒരു തെങ്ങ് കാട്ടാന ഇറങ്ങി കുത്തിമറിക്കാൻ ശ്രമിച്ചു എന്ന് അവിടുത്തെ കിഫയുടെ ജില്ലാ പ്രസിഡന്റ് പറയുമ്പോൾ മനസ്സിലാക്കണം, ആ CIക്ക് പോലും സുരക്ഷിതത്വമില്ല എന്ന്. ആ CI പോലും, ഈ നടപടിയെടുത്ത CIക്ക് പോലും സുരക്ഷിതത്വമില്ലാത്ത ഒരു മേഖലയാണ് അവിടം. അവിടുത്തെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് റൂബിൻലാൽ ഈ മാധ്യമ പ്രവർത്തനവുമായി, ഈ ക്യാമറയുമായി അവിടേക്ക് ഇറങ്ങിയത്. അതാണ്
വനം വകുപ്പിനെ വലിയ തോതിൽ ചൊടിപ്പിച്ചത്. വനം വകുപ്പ് ഈ വേട്ടയാടലിന് തുടക്കമിട്ടത്. ഇവിടെ മാത്രമല്ല വനം വകുപ്പ് ഇത് ചെയ്തിട്ടുള്ളത്. ദേവികുളത്തൊരു ആദിവാസി ചെറുപ്പക്കാരനെ കള്ളക്കേസിൽ കുടുക്കി ഇരുമ്പഴിക്കുള്ളിൽ അടച്ചതും ഇതേ വനം വകുപ്പ് തന്നെയായിരുന്നു. ഏറ്റവും ഒടുവിൽ കോടതി ഇടപെട്ടാണ് മോചനം സാധ്യമായത് എന്നുള്ളതും. അപ്പോൾ അങ്ങനെയാണ് ആ മേഖലയോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന വനം വകുപ്പിനെതിരെ വാർത്ത ചെയ്തതാണ് റൂബിൻ ചെയ്ത തെറ്റ് എന്ന് ഞങ്ങൾക്ക് മറ്റാരേക്കാൾ ഞങ്ങൾക്ക് വളരെ കൃത്യമായി ബോധ്യമുണ്ട്. കാര്യം എന്താ വെച്ചാൽ ഈ അടുത്താണ് ഒരു ജനവാസ മേഖല ഒരു കാട്ടാന ഇറങ്ങി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഫോണിൽ വിളിച്ചു. മണിക്കൂറുകൾ അവർ അവിടെ ഇരുന്നു, അനങ്ങാതെ അവിടെ ഇരുന്നു. ലാസ്റ്റ് ഈ ആന അവിടെ ആകെ പ്രശ്നമുണ്ടാക്കി. ലാസ്റ്റ് ഈ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ ആനയെ ഓടിക്കാൻ അവർ രംഗത്തിറങ്ങി. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഈ അടുത്ത് വരെ പുറത്തു കൊണ്ടുവന്നാണ് റൂബിൻ ആ മേഖലയിൽ മറ്റു ഒരു ചാനലും കടന്നു പോകാത്ത മേഖലകളിൽ അവിടെ കടന്നുപോയി അവരുടെ പ്രശ്നങ്ങൾ ലോകത്തെ അറിയിക്കുന്ന ആളാണ് റൂബിന് വനം വകുപ്പിനോടുള്ള ചൊരുക്ക് മനസ്സിലാകും. പക്ഷേ വനം വകുപ്പും പോലീസും തമ്മിൽ നടത്തിയ അവിശുദ്ധ നീക്കം കോടതിയിൽ തെളിയിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാണാം. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തതിൽ വ്യാപക പ്രതിഷേധം. ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ഫാസിസ്റ്റ് നടപടി എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിമർശിച്ചു. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കിഫ പ്രതിഷേധ മാർച്ചും നടത്തി. വ്യാജ പരാതി കിട്ടിയതും കൊടും കുറ്റവാളിയെപ്പോലെ മാധ്യമപ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലെത്തിച്ച് പീഡിപ്പിച്ച അതിരപ്പള്ളി പോലീസിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ആഭ്യന്തര വകുപ്പിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി. ദൃശ്യമാധ്യമ പ്രവർത്തകനെ, പ്രാദേശിക പ്രവർത്തകനെ രാത്രി അതിക്രമിച്ച് കാട്ടിൽ കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി അടിവസ്ത്രത്തിൽ നിൽക്കുകയാണ്. കാരണം പരാതി പറയാൻ പാടില്ല. ഇതാണ് നടക്കുന്നത്. ഞങ്ങൾ ഉന്നയിച്ച ആരോപണം എന്താ? ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ്. ഫാസിസത്തിന് പുതിയ ഉദാഹരണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. ജനാധിപത്യമൊക്കെ പൂത്തുലയല്ലേ ഇവിടെ, പത്രസ്വാതന്ത്ര്യമൊക്കെ. അതുകൊണ്ട് ഇതാണ് കേരളത്തിന്റെ യഥാർത്ഥ മുഖം. പറയുന്നത് അവിടെ ഫാസിസം, ഇവിടെ ഫാസിസം എന്നൊക്കെ പറയും. ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഫാസിസം ഗവൺമെന്റ് നടപ്പാക്കുന്നത്. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കർഷക സംഘടനയായ കിഫ പ്രതിഷേധ മാർച്ച് നടത്തി. ഫോറസ്റ്റുകാരുടെ ഇത്തരം പ്രശ്നങ്ങൾ നിരന്തരം മീഡിയയിൽ കൂടെ പുറത്തു വരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് ലാലിനെ പോലെ ഒരു ഇടപെട്ടുകൊണ്ട് 2021 12 പേര് മരിച്ചിട്ട് പിന്നീട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത് ഇത്തരം പ്രവർത്തകർ ഓടി നടന്ന് പ്രവർത്തിക്കുന്നുകൊണ്ടാണ്. ഈ പാവപ്പെട്ട റൂബിലാലിന് എന്ത് നിയമലംഘനമാണ് അദ്ദേഹം നടത്തിയത്? ഞങ്ങൾക്കറിയണം. ജാമ്യമില്ലാത്ത വകുപ്പ്. ഏത് ആനേനെയാണ് വെടിവെച്ചത് അദ്ദേഹം? ഏത് മൃഗത്തെയാണ് ഉപദ്രവിച്ചത്? പോലീസ് നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമെന്നും നടപടി വേണമെന്നും UDF കൺവീനർ MM ഹസൻ പ്രതികരിച്ചു. വന്യജീവി ആക്രമണങ്ങളിൽ ഇടപെടാത്ത വനംവകുപ്പിന് മാധ്യമപ്രവർത്തകനെ കുടുക്കാൻ എന്തിനിത്ര തിടുക്കമെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിച്ചു. അറസ്റ്റ് ദുരൂഹമെന്ന് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫും പ്രതികരിച്ചു. നടപടി മാധ്യമ സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമെന്ന് KUWJ സംസ്ഥാന ജനറൽ സെക്രട്ടറി കിരൺ ബാബു കുറ്റപ്പെടുത്തി. 24 തൃശൂർ. രാജേന്ദ്രൻ വയല പറയാൻ 24 പതറാതെ മുന്നോട്ട് ഞങ്ങൾ 10,000-കണക്കിന് ആളൊപ്പമുണ്ട്. കാശ്മീർ അതാണ് നമ്മുടെ ധൈര്യം. ഒരു തർക്കം അക്കാര്യത്തിലില്ല. എന്താണ് ലോറൻസ് സെബാസ്റ്റ്യൻ മാധ്യമപ്രവർത്തകന് കൊമ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. മാധ്യമപ്രവർത്തകന് ഒരു കൊമ്പുമില്ല. ഒരു പൗരനുള്ള സാധാരണ നീതി മതിയെന്നേ നമ്മൾ പറയുന്നുള്ളൂ. രാത്രി വീട് കയറി അമ്മയുടെ മുന്നിൽ വെച്ച് ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാത്ത കഴുത്തിൽ പിടിച്ചിറക്കൊണ്ട് പോകുന്നത് ഒരു പൗരനോടും, എന്ന് പറഞ്ഞാൽ ഒരു കൊടും കുറ്റവാളി അല്ലാത്ത വാർത്ത ചെയ്തു എന്ന തെറ്റിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് ഒരു പൗരനോടും ചെയ്തുകൂടാത്തതാണ്. അത് പറയണ്ടേ? അത് പറയും. അതിന് കൊമ്പിൻ്റെ പ്രശ്നമല്ല അത്. ഇനി ആർക്കെങ്കിലും ഈ റൂബിൻ ചെയ്തത് മഹാപരാധമാണ് എന്ന് ഇനിയും സംശയം ബാക്കിയുള്ളവർ വണ്ടി വിളിച്ച് മലക്കപ്പാറ ആ മേഖലയിൽ നിന്ന് പോകണം. അങ്ങോട്ടേക്ക് കടന്നു ചെല്ലാൻ വലിയ പ്രയാസമുള്ള മേഖലയാണ്. സാധാരണക്കാർക്ക് സാധാരണ വണ്ടിയിൽ പോകാൻ കഴിയാത്ത മേഖലയാണ്. എങ്ങനെങ്കിലും കടന്നുപോയി ആ ഊരുകളിൽ പോയി റൂബിനെ അറിയുമെന്ന് ചോദിക്കണം. അവർ പറഞ്ഞു കൊടുക്കും. ഈ ഊരുകൾക്ക് കാലങ്ങളായി റൂബിൻ എന്ന ഒറ്റയാൾ പോരാളി ചെയ്തു കൊടുക്കുന്ന സേവനങ്ങൾ, അത് വാർത്ത ഒന്നുമല്ല, അതിനപ്പുറമുള്ള സേവനങ്ങൾ അവർ പറഞ്ഞു കൊടുക്കും. അതാണ് വനം വകുപ്പിന് റൂബിനോടുള്ള ചൊരുക്ക്. റൂബിൻ്റെ പ്രതികരണം ഒന്ന് കാണാം. ഒരുപാട് വിഷ്വൽസും വനം വകുപ്പിനെതിരെയുള്ള ഒരുപാട് രേഖകളൊക്കെ ഉണ്ടായിരുന്നു അതിൽ. ഒന്നൊന്നായി പൊളിയുന്ന കള്ളങ്ങൾ. ബാറുടമകളിൽ നിന്ന് പണം പിരിക്കാൻ നിർദ്ദേശിച്ച് തിരുവനന്തപുരത്ത് കെട്ടിടം വാങ്ങാനാണെന്ന് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷന്റെ വാദം പൊളിഞ്ഞു. കെട്ടിടം വാങ്ങാൻ അംഗങ്ങളിൽ നിന്നും 1 ലക്ഷം രൂപ വീതം നേരത്തെ വാങ്ങിയിരുന്നു. വീണ്ടും പണം ആവശ്യപ്പെട്ട് ബാറുടമ നേതാവ് അനിമോൻ വാട്സാപ്പ് സന്ദേശം അയച്ചതിലാണ് ദുരൂഹത. അനിമോന്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. വിഷയത്തിൽ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്.
2.5 ലക്ഷം രൂപ പിരിവ് ആവശ്യപ്പെടുന്ന അനുമോന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നതിന് പിന്നാലെയാണ് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയാണ് പണമെന്ന വാദവുമായി അസോസിയേഷൻ പ്രസിഡന്റ് രംഗത്തെത്തിയത്. എന്നാൽ കെട്ടിട നിർമ്മാണ ഫണ്ടുമായി ബന്ധപ്പെട്ട് അസോസിയേഷൻ തന്നെ ഇറക്കിയ പോസ്റ്ററാണിത്. ഇതിൽ പറയുന്നത് കെട്ടിട നിർമ്മാണ പിരിവ് 1 ലക്ഷം രൂപയെന്നാണ്. തലസ്ഥാനത്തെ ആസ്ഥാന മന്ദിരത്തിനായുള്ള പിരിവ് നേരത്തെ തന്നെ ബാറുടമ അസോസിയേഷൻ ആരംഭിച്ചിരുന്നു. രജിസ്ട്രേഷൻ നടപടിയും തുടങ്ങിയിരുന്നു. പിരിവിൽ അഴിമതിയുണ്ടെന്ന് നിരവധി പരാതികൾ എക്സൈസ് വിജിലൻസിലെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണവും നടക്കുന്നുണ്ട്. മദ്യനയത്തിന്റെ കാര്യത്തിൽ ടൂറിസം വകുപ്പ് അമിതമായി ഇടപെടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. ടൂറിസം വകുപ്പ് അനധികൃതമായി ഇടപെട്ടു. മന്ത്രിമാര് പച്ചക്കള്ളം പറഞ്ഞപ്പോൾ അത് പൊളിഞ്ഞപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നുണ പറയിപ്പിക്കുകയാണ് ഇപ്പോൾ. ബാർക്കോഴ ഇടപാടിൽ മുഖ്യമന്ത്രിക്കും അറിവുണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ടൂറിസം വകുപ്പിന്റെയും എക്സൈസ് വകുപ്പിന്റെയും നേതൃത്വത്തിൽ ബാർ മുതലാളിമാരുമായി യോഗം ചേരാനും അവരുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാനും സർക്കാർ എടുത്ത തീരുമാനം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. വിവാദത്തിലേക്ക് തന്നെ വലിച്ചിഴയ്ക്കുകയാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. മറ്റൊരു വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ എന്താണ് ഇങ്ങനെ കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞില്ല, എന്തുകൊണ്ട് എന്നെയിൽ വലിച്ചിഴക്കുന്നു എന്നുള്ളത് കൃത്യമായൊരു അജണ്ട ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. പണപ്പിരിവിന് നിർദ്ദേശിച്ച് ബാർ ഉടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശം അയച്ച ബാർ ഉടമ അനിമോന്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. രഹസ്യമായിട്ടായിരുന്നു മൊഴിയെടുക്കൽ. 24 തിരുവനന്തപുരം. അനീഷ് അഷ്ടമൊഴി പറയുന്നു, ജീവൻ തിരിച്ചു കിട്ടി, ഉരുട്ടിക്കൊന്നില്ലല്ലോ, ഭാഗ്യം. ശരിയാ, മഹാഭാഗ്യം. ഇതാണ്ട് വസന്തകുമാരി എത്രയോ കാര്യങ്ങൾ സത്യമായി പുറത്തു കൊണ്ടുവന്ന് അധികാരികളുടെ മുന്നിലെത്തിക്കുന്ന മാധ്യമപ്രവർത്തനായിരിക്കും റൂബിൻ. അതായിരിക്കും ഇത്തരം നടപടി. സംശയം അക്കാര്യത്തിലില്ല. അത് തന്നെയാണ് ആ പ്രതികാര നടപടിക്കുള്ള കാരണം. കാര്യം വനം വകുപ്പ് പോലും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കാത്ത മേഖലകളിൽ പോയി അവരോട് കാര്യങ്ങൾ സംസാരിച്ച് അവരുടെ യാതനകൾ പുറം ലോകത്തെ എത്തിക്കുന്ന ഒരു തികഞ്ഞ മാധ്യമപ്രവർത്തകനാണ്. എന്ന് പറഞ്ഞാൽ ആ റൂബിന് മാധ്യമപ്രവർത്തകൻ അരി വാങ്ങാനുള്ള വകുപ്പ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പാഷനും ദൗത്യവും ജീവിത ദൗത്യവും ഒക്കെയാണ്. അത് സ്വാഭാവികമാണ്. പക ബാർക്കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വിഷയത്തിൽ തനിക്കൊരു പരാതിയും കിട്ടിയിട്ടില്ല, കാര്യങ്ങൾ മനസ്സിലാക്കാതെ പ്രതികരിക്കുന്നത് ശരിയല്ല എന്നും ഗവർണർ പറഞ്ഞു. KSRTC ഡ്രൈവർ LH യദുവിനെതിരെ മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയിലെ സംഭവങ്ങൾ പുനരാവിഷ്കരിച്ച് പോലീസ്. ബസ്സിലിരുന്ന് ഡ്രൈവർ ആംഗ്യം കാണിച്ചാൽ പിന്നിലെ കാറിലുള്ളവർക്ക് കാണാനാകും എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. അതേസമയം MLA സച്ചിൻ ദേവ് ബസ്സിനകത്ത് കയറുകയും തമ്പാനൂർ ഡിപ്പോയിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തുവെന്ന് കണ്ടക്ടറും യാത്രക്കാരും മൊഴി നൽകി. ഇന്നലെ രാത്രി തിരുവനന്തപുരം പ്ലാമൂട് മുതൽ PMG വരെയാണ് പോലീസ് പരിശോധന നടത്തിയത്. LH യദു ഓടിച്ച ബസ്സും മേയർ ആര്യ രാജേന്ദ്രനും സംഘവും സഞ്ചരിച്ച കാറും സഞ്ചരിച്ച അതേ രീതിയിൽ സംഭവങ്ങൾ പുനരാവിഷ്കരിച്ചുകൊണ്ടായിരുന്നു തെളിവ് ശേഖരണം. ബസ് ഡ്രൈവർ ആംഗ്യം കാണിച്ചാൽ കാറിന്റെ വിൻഡോയിൽ കൂടി കാണാമെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇത് യദു ലൈംഗിക ചേഷ്ട കാണിച്ചെന്ന ആര്യ രാജേന്ദ്രന്റെ പരാതി ശരിവെക്കുന്ന സാഹചര്യ തെളിവായി കണക്കാക്കും. എന്നാൽ ആംഗ്യം കാണിച്ചെന്ന് തെളിയിക്കാനുള്ള ദൃശ്യങ്ങളോ സാക്ഷിമൊഴിയോ ഇതുവരെ ലഭിച്ചിട്ടില്ല. അതേസമയം മേയറുടെ ഭർത്താവും MLAയുമായ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്ന് സ്ഥിരീകരിക്കുന്ന സാക്ഷിമൊഴി പോലീസിന് ലഭിച്ചു. MLA ബസ്സിൽ കയറി യദുവിനോട് ബസ് തമ്പാനൂർ ഡിപ്പോയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടെന്നാണ് യാത്രക്കാരും കണ്ടക്ടർ സുബിനും മൊഴി നൽകിയത്. 24 തിരുവനന്തപുരം. ഇതിനൊക്കെ വ്യക്തത വരേണ്ടിയിരിക്കുന്ന, അല്ലെങ്കിൽ മേയർ പറയുന്ന പോലെ ഈ ചേഷ്ട ഈ ഡ്രൈവർ കാണിച്ചോ എന്നതൊക്കെ വ്യക്തത വരേണ്ട മെമ്മറി കാർഡ് ഇപ്പോഴും കാണാനില്ല. അതിൽ അന്വേഷണം എവിടെയായെന്ന് ആർക്കും അറിയേയില്ല. കണ്ടെത്തുമോ എന്തോ. പെരിയാറിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുമുങ്ങിയതിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന് വീഴ്ച സംഭവിച്ചുവെന്ന് ഫോർട്ട് കൊച്ചി സബ് കളക്ടറുടെ അന്വേഷണ റിപ്പോർട്ട്. വ്യവസായ സ്ഥാപനങ്ങളെ നിരീക്ഷിക്കാൻ സംവിധാനം അപര്യാപ്തം എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ചീഫ് സെക്രട്ടറി കൈമാറി. അതേസമയം പുഴയിൽ രാസമാലിന്യം കലർന്നിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ്. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ മത്സ്യസമുദ്ര ഗവേഷണ സർവകലാശാലയുടെ റിപ്പോർട്ട് ശരിവെക്കുന്നതാണ് സബ് കളക്ടറുടെ കണ്ടെത്തലുകൾ. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ചയുണ്ടായി. വ്യവസായ മേഖലയിലെ സ്ഥാപനങ്ങളെ നിരീക്ഷിക്കാൻ സംവിധാനം അപര്യാപ്തമാണ്. മത്സ്യകർഷകരെ ഉൾപ്പെടുത്തി നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തണം. പെരിയാറിനുണ്ടായ പാരിസ്ഥിതിക തിരിച്ചടി വിശദമായി പരിശോധിക്കണം. മത്സ്യകർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും സബ് കളക്ടറുടെ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. പെരിയാറിൽ രാസമാലിന്യം കലർന്നതല്ല മത്സ്യക്കുരുതിക്ക് കാരണമെന്ന പരിശോധനാ റിപ്പോർട്ടിൽ ഉറച്ചു നിൽക്കുകയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ്. പെരിയാറിൽ മാലിന്യമൊഴുക്കിയ AK കെമിക്കൽസ്, അർജുന നാച്ചുറൽസ് എന്നീ കമ്പനികൾക്ക് നോട്ടീസ് നൽകും. അതെന്ന് വെച്ചാൽ അവർ പറഞ്ഞ് കുറെ കേബിൾ ബ്രേക്കേജ് ഉണ്ട്, അതെല്ലാം നോക്കാനായിട്ടുള്ള സമയം എടുക്കും. നമ്മളുടെ അനാലിസിസ് റിപ്പോർട്ട് പ്രകാരം ഒന്നും കാണുന്നില്ല.
രാസമാലിന്യങ്ങളുടെ പ്രസൻസ് ഉള്ളതായിട്ടൊന്നും കാണുന്നില്ല ഇതുവരെ. അങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ എഫ്ലുവന്റിന്റെ പ്രസൻസ് ഉള്ളതായിട്ട് കാണുന്നില്ല. റീസൺ നമുക്ക് അറിയില്ല. ഇപ്പോൾ കുഫോസിന്റെ കൂടെ റിപ്പോർട്ട് നമ്മൾ കുഫോസിനും ഫിഷ് സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കുഫോസിന്റെ റിപ്പോർട്ട് കൂടെ വന്നതിന് ശേഷം നമുക്കൊരു കൺക്ലൂഷൻ പറയാൻ പറ്റുള്ളൂ. പെരിയാറിലെ നിരീക്ഷണ സംവിധാനങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് പ്രവർത്തകർ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിൽ പ്രതിഷേധിച്ചു. ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനം ഇന്ന് ആരംഭിക്കുമെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മറുപടി. 24 കൊച്ചി. ടൈറ്റസ് ജോസ് പറയുകയാണ്, സത്യം വിളിച്ചു പറയുന്നവൻ എന്നും അധികാരവർഗത്തിന്റെ കണ്ണിലെ കരടായിരിക്കും. ധൈര്യമായി മുന്നോട്ട് പോവുക. ഞങ്ങളെപ്പോലെ 10,000 കൂടെയുണ്ട്. ആ ധൈര്യമാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഞങ്ങളുടെ മാർഗ്ഗദീപം, ഞങ്ങളുടെ വഴിവിളക്ക്. കാര്യം തർക്കമില്ല. അപ്രിയ സത്യങ്ങൾ പറയരുത് എന്നൊക്കെയാണ് പ്രമാണമെങ്കിലും സാധാരണക്കാരനെ അല്ലെങ്കിൽ പാവപ്പെട്ടവനെ, അടിസ്ഥാന വർഗത്തെ ബാധിക്കുന്ന ആദിവാസി മേഖലയിലെ അടക്കം പ്രശ്നങ്ങൾ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിന് ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. റമൽ ചുഴലിക്കാറ്റ് കരതൊട്ടതിന് പിന്നാലെ പശ്ചിമബംഗാളിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയാണ്. കൊൽക്കത്തയിൽ മതിലിടിഞ്ഞ് ഒരാൾ മരിച്ചു. പശ്ചിമബംഗാളിന്റെ തീരമേഖലയിൽ റെഡ് അലർട്ട് തുടരുകയുമാണ്. കൊൽക്കത്ത വിമാനത്താവളത്തിൽ നിന്ന് സർവീസുകൾ പക്ഷേ പുനരാരംഭിച്ചു. മണിക്കൂറിൽ 110 മുതൽ 120 കിലോമീറ്റർ വേഗത്തിൽ ബംഗ്ലാദേശിലെ കേപ്പൂപ്പറയ്ക്കും ബംഗാളിലെ സാഗർ ദ്വീപിനും മധ്യയാണ് റമൽ ചുഴലിക്കാറ്റ് കരതൊട്ടത്. പലയിടങ്ങളിലും നാശനഷ്ടം വിതച്ചു. കൊൽക്കത്തയിൽ മതിൽ ഇടിഞ്ഞു വീണാണ് ഒരാൾ മരിച്ചത്. കൊൽക്കത്ത, ഹൂബ്ലി, ഹൌറ എന്നിവിടങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. സൗത്ത് 24 പർഗാനാസ് ജില്ലയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. അപകട സാധ്യതാ മേഖലകളിൽ നിന്ന് 10 ലക്ഷം വരെ ഒഴിപ്പിച്ചതിനാൽ ആളപായം ഉണ്ടാകില്ല എന്ന് ദുരന്ത നിവാരണ സേന അറിയിച്ചു. ഗവർണർ CV ആനന്ദബോസ് ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ചു. ചുഴലിക്കാറ്റ് ദുർബലമായെങ്കിലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി ആവശ്യപ്പെട്ടു. താൽക്കാലികമായി നിർത്തിവെച്ച കൊൽക്കത്ത വിമാനത്താവളത്തിന്റെ പ്രവർത്തനവും ട്രെയിൻ ഗതാഗതവും പുനരാരംഭിച്ചു. കനത്ത മഴയുടെ മുന്നറിയിപ്പ് നൽകിയ അസമിൽ 7ഉം ത്രിപുരയിൽ 4 ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 ഡൽഹി. KSU നേതൃത്വ പരിശീലന ക്യാമ്പിലെ തർക്കം കോൺഗ്രസിനകത്തും സജീവ ചർച്ചയാകുന്നു. വീഴ്ച വരുത്തിയവർക്കെതിരെ കടുത്ത നടപടിക്കൊരുങ്ങുകയാണ് KPCC. അതേസമയം കുട്ടികൾ തമ്മിലുള്ള തർക്കം എന്ന വിഷയത്തെ ലഘൂകരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ നടന്ന KSUവിന്റെ പഠന ക്യാമ്പിലെ സംഘർഷം മാതൃസംഘടനയായ കോൺഗ്രസും ഗൗരവത്തോടെയാണ് കാണുന്നത്. ക്യാമ്പിൽ പ്രശ്നമുണ്ടാക്കിയവർക്കെതിരെ കടുത്ത നടപടിക്കാണ് നീക്കം. സംസ്ഥാന നേതൃത്വത്തിന്റെ വിശദീകരണവും തേടും. KSU സംസ്ഥാന കമ്മിറ്റിക്ക് ക്യാമ്പ് നടത്തിപ്പിലും ഉണ്ടായ സംഘർഷത്തിലും വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നാണ് സമിതിയുടെ കണ്ടെത്തൽ. സംഘർഷം നിയന്ത്രിക്കാൻ നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്ന പ്രാഥമിക റിപ്പോർട്ട് KPCC ഗൗരവത്തോടെയാണ് കാണുന്നത്. KPCC അധ്യക്ഷനെയോ KPCC നേതൃത്വത്തെയോ ക്യാമ്പ് അറിയിച്ചിരുന്നില്ല എന്നും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ റിപ്പോർട്ടിലെ ഈ ഉള്ളടക്കത്തെ തള്ളി. അതെല്ലാം അറിയിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു. KSU പ്രസിഡന്റ് നേരിട്ട് പോയിട്ട് KPCC പ്രസിഡന്റിനോട് പറഞ്ഞാണ്. KSU പ്രസിഡന്റ് എന്നോട് നേരിട്ട് സംസാരിച്ചാണ്. പാർട്ടി അറിയാതെ നെയ്യാർ ഡാമിലെ പരിപാടിയാണ്. സംഘർഷം NSUവും KSUവും അന്വേഷിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു. കുട്ടികൾ തമ്മിലുള്ള തർക്കം മാത്രമെന്ന ന്യായീകരണവും പ്രതിപക്ഷ നേതാവ് നടത്തി. എന്നാൽ KPCC നേതൃത്വത്തിൽ പലർക്കും സംഘർഷത്തിൽ വലിയ അതൃപ്തിയുണ്ട്. KSU സംസ്ഥാന കമ്മിറ്റിയിൽ ആകെ അഴിച്ചുപണി വേണമെന്ന ആവശ്യവും ശക്തമാണ്. 24 തിരുവനന്തപുരം. കണ്ണൂർ കക്കാട് വയോധികനെ അയൽവാസിയും സംഘവും മർദ്ദിച്ച് കൊലപ്പെടുത്തി. കക്കാട് നമ്പ്യാർമൊട്ടയിലെ അജയകുമാറാണ് കൊല്ലപ്പെട്ടത്. അയൽവാസി മകനും ഉൾപ്പെടെ 4 പേരെ കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു. വാഹനം കഴുകുന്ന വെള്ളം വഴിയിലേക്ക് ഒഴുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഒരു കൊലപാതകത്തിൽ കലാശിച്ചത്. ഇന്നലെ രാത്രി 8:30യോടെയാണ് സംഭവം. ദേവദാസിന്റെ വീട്ടിൽ വാഹനം കഴുകുന്ന വെള്ളം റോഡിലേക്ക് ഒഴുകുന്നത് അയൽവാസിയായ അജയകുമാർ ചോദ്യം ചെയ്തതാണ് പ്രകോപനം. ഇതേച്ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. നാട്ടുകാർ ഇടപെട്ട് പ്രശ്നം പറഞ്ഞു തീർത്തു. പിന്നാലെ ദേവദാസും മകൻ സഞ്ജയ് ദാസും സുഹൃത്തുക്കളും ചേർന്ന് അജയകുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യുകയും ആക്രമിക്കുകയുമായിരുന്നു. ഹെൽമറ്റും കല്ലും ഉപയോഗിച്ചായിരുന്നു മർദ്ദനം. അക്രമം തടയാൻ ശ്രമിച്ച പ്രദേശവാസിയായ പ്രവീൺ കുമാറിനും പരുക്കേറ്റു. ഇവര് വീട് റൂട്ടിലേക്ക് വെള്ളം ഒഴുക്കുന്ന ഒരു തർക്കമായിരുന്നു. അപ്പോൾ 2 പയ്യൻസ്, ഒന്നയാളെ മകനും മറ്റൊരു ഹിന്ദിക്കാരനാണെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. കല്ല്, ഹെൽമെറ്റ്, കസേല അടിക്കാനായിട്ട് തന്നെ വന്നിന്. അല്ലാണ്ട് സ്വാഭാവികമായിട്ട് നമ്മളൊരാൾ ചോദിക്കാനാണ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു രീതിയും ഒരാൾ ആക്രമിക്കേണ്ട രീതിയും രണ്ട് ടൈപ്പ് തന്നെയല്ലോ. രക്തം വാർന്ന് അബോധാവസ്ഥയിലായ അജയ്കുമാറിനെ നാട്ടുകാർ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അവിടെ എത്തുന്ന സമയത്ത് ഇവിടെ റോട്ടിൽ കിടക്കായിരുന്നു. അതിനുശേഷം എണീക്കാൻ പറ്റുന്ന കണ്ടീഷനിലായിരുന്നില്ല. വിളിച്ചപ്പോൾ ഒരു അബോധാവസ്ഥ പോലെ ഉണ്ടായിരുന്നു. പിന്നെ കാറിൽ കയറ്റി കൊണ്ടുപോകാൻ പറ്റുന്നൊരു സ്ഥിതി ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആംബുലൻസ് വരുത്തി ഇവരെ എല്ലാവരും കൂടി പ്രവീണിനെയും ഇവരും ഹോസ്പിറ്റലിൽ എത്തിക്കായിരുന്നു. അവിടെ എത്തിയപ്പം പൾസ് കിട്ടുന്നുണ്ടായിട്ടായിരുന്നു ഡോക്ടർ പറഞ്ഞു. പിന്നെ ഒരു 3/4 മണിക്കൂറോളം അവർ ട്രൈ ചെയ്തു. അച്ഛനും 2 മക്കളും കൂടാതെ 2 സുഹൃത്തുക്കളും കൂടി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് മക്കളുടെ.
കൊല്ലപ്പെട്ട അജയകുമാറിന്റെ അയൽവാസി ദേവദാസ്, മകൻ സഞ്ജയ് ദാസ് എന്നിവർ ഉൾപ്പെടെ 4 പേരെ കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു. 24 കണ്ണൂർ. ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഗെയിം സോണിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരെ തിരിച്ചറിയാൻ DNA പരിശോധന ഇന്നു മുതൽ. നടപടി പൂർത്തിയാക്കാൻ 7 ദിവസം വേണ്ടിവരും. കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾക്കിടെ ഉറ്റവരെ തിരയുന്നവരുടെ വേദനാജനകമായ കാഴ്ചയാണ് രാജ്കോട്ടിലെ സിവിൽ ആശുപത്രി മോർച്ചറിക്ക് മുന്നിൽ. പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഗെയിം സോൺ പ്രൊമോട്ടർമാർ ഒളിവിൽ പോയി. കാനഡയിൽ നിന്നെത്തിയ അക്ഷയ് ദൊലാരിയെയും ഭാര്യ ഖ്യാതിയും നാട്ടിലെത്തി രജിസ്റ്റർ വിവാഹം ചെയ്തതിന്റെ ആഘോഷ തുടർച്ചയ്ക്കാണ് TRP ഗെയിം സോണിലെത്തിയത്. ഒപ്പമുള്ള നല്ല ജീവിതവും ഡിസംബറിലെ വലിയ വിവാഹ ചടങ്ങുമെല്ലാം സ്വപ്നം കണ്ട നവദമ്പതികളുമുണ്ട് മരണപ്പെട്ടവരുടെ നീണ്ട പട്ടികയിൽ. സിവിൽ ആശുപത്രി പരിസരത്ത് ദുരന്ത ദിവസം കാണാതായവരുടെ ബന്ധുക്കളെ കാണാം. തീയിൽ വെന്തു മരിച്ചോ ജീവനോടെയുണ്ടോ എന്നറിയാനായി പരവേശത്തോടെ അവർ ആശുപത്രി പരിസരത്ത് നെഞ്ചുരുകി നിൽക്കുന്നു. एक्सपायर हुआ, उसमें लिस्ट में 5 का नाम ही नहीं है. तो मेरी सरकार से ये निवेदन है, पहले निवेदन में जो 5 का लिस्ट का नाम तो दो. ऐसा ही खून ले लिया, क्यों, कैसे? പല വീടുകളുടെയും പ്രതീക്ഷയാണ് ഒറ്റ ദിവസം കൊണ്ട് കെട്ടുപോയത്. ફેમિલી में નથી बताया, એ ઘૂમને કે लिए ગયા એ बताया. અત્યારે એના મા બાપ બીમાર પડી ગયા છે, એને કોઈ જાણ નથી કરી, એમ સમજી ગયા. DNA പരിശോധനാ ഫലം വരും വരെ അവരുടെ ആദിക്ക് അറുതിയില്ല. അതേസമയം ഗെയിം സോൺ പ്രൊമോട്ടർമാരിൽ 2 പേർ പോലീസ് പിടിയിലായിട്ടുണ്ട്. ശേഷിക്കുന്ന 5 പേർക്കായി തെരച്ചിൽ വ്യാപിപ്പിച്ചു. യാതൊരു അനുമതിയുമില്ലാതെയാണ് 3 വർഷക്കാലത്തോളം ഗെയിം സോൺ പ്രവർത്തിച്ചത്. ആവർത്തിക്കുന്ന ഇത്തരം വലിയ ദുരന്തങ്ങൾ ഗുജറാത്തിൽ ജനങ്ങൾക്കിടയിൽ വലിയ രോഷമാണ് ഉണ്ടാക്കുന്നത്. അവർ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ അധികാരികൾക്ക് കഴിയുന്നുമില്ല. രാജ്കോട്ടിലെ സിവിൽ ആശുപത്രിയിൽ നിന്നും വരുൺ വി നാർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. പുനെയിൽ 17-കാരൻ മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയ സംഭവത്തിൽ കൂടുതൽ പേർ അറസ്റ്റിൽ. പ്രതിയെ സഹായിച്ച ഡോക്ടേഴ്സിനാണ് അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ രക്തസാമ്പിൾ ഡോക്ടേഴ്സ് മാറ്റി എന്ന് കണ്ടെത്തിയിരുന്നു. പണവും സ്വാധീനവുമുള്ള പ്രതിയെ രക്ഷിക്കാൻ കിണഞ്ഞു ശ്രമിച്ചവർ ഓരോരുത്തരായി നിയമത്തിന് മുന്നിലേക്ക് വരികയാണ്. ആഡംബരക്കാർ അമിത വേഗത്തിലോടിച്ച് 2 പേരെ കൊന്ന പ്രതി മദ്യപിച്ചിട്ടില്ലെന്ന് വ്യാജ റിപ്പോർട്ട് നൽകിയ ഡോക്ടർമാരാണ് ഒടുവിൽ അറസ്റ്റിലായത്. അപകടം നടന്നു 9 മണിക്കൂർ കഴിഞ്ഞ് രാവിലെ 11 മണിക്ക് ഡോക്ടർമാർ രക്തസാമ്പിൾ ശേഖരിച്ചിരുന്നു. എന്നാൽ പരിശോധനയ്ക്ക് അയച്ചത് മദ്യപിക്കാത്ത മറ്റൊരാളുടെ സാമ്പിൾ. കേസിൽ ഒത്തുകളി ആരോപിച്ച് പ്രതിഷേധം കടുത്തതോടെ രാത്രി 8 മണിക്ക് വീണ്ടും സാമ്പിൾ ശേഖരിച്ചു. അപ്പോഴാണ് ഡോക്ടർമാർ കയ്യോടെ പിടിക്കപ്പെടുന്നത്. പൂനെയിലെ സസൂൺ ആശുപത്രിയിലെ ഫോറൻസിക് സയൻസസ് മേധാവി അജയ് തവാരെ, ചീഫ് മെഡിക്കൽ ഓഫീസർ ശ്രീഹരി ഹാർനോർ എന്നിവരാണ് പിടിയിലായത്. ആരാണ് രക്തസാമ്പിൾ മാറ്റാൻ നിർദ്ദേശിച്ചതെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമാവണം. നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തി പ്രതിയെ രക്ഷിക്കാൻ ശ്രമിച്ചതിന് നേരത്തെ 2 പോലീസ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തിരുന്നു. പ്രതിക്കൊപ്പമുണ്ടായിരുന്ന കുടുംബ ഡ്രൈവറോട് കുറ്റമേൽക്കാൻ സമ്മർദ്ദം ചെലുത്തിയതിന് പ്രതിയുടെ മുത്തച്ഛനും അറസ്റ്റിലായിട്ടുണ്ട്. പ്രതിക്ക് വാഹനം നൽകിയതിനും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതുമടക്കം കുറ്റങ്ങൾ ചുമത്തി സ്ഥലത്തെ വൻ ബിൽഡറായ പ്രതിയുടെ അച്ഛനും അറസ്റ്റിലാണ്. അതേസമയം കാറിന് തകരാറൊന്നും ഉണ്ടായിരുന്നില്ലെന്ന പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നതോടെ കേസ് ഇനിയും മുറുകുകയാണ്. 24 മുംബൈ. ഷിബു തോമസ് പറയുന്നു, സൗദി അറേബ്യയിലെ മലയാളി കൂട്ടായ്മയുടെ പ്രതിഷേധം അറിയിക്കുന്നു. പോലീസുകാർക്കെതിരെ കർശനമായ നിയമ നടപടികൾ എടുക്കുമെന്ന് കരുതുന്നില്ല ഹാഷ്മി. ഇതിലും വലിയ പ്രശ്നം ഉണ്ടായിട്ടും അങ്ങനെ 6 മാസത്തെ ഉടായ്പ സസ്പെൻഷനൊക്കെ അതിനപ്പുറം നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ നമുക്ക് നോക്കിയിരുന്നു കാണാം. കാര്യം ഒരു മാധ്യമപ്രവർത്തകനാണ്. വനം വകുപ്പിനെതിരെ പല തെളിവുകളുമുള്ള ആ ഫോൺ പിടിച്ചപാടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ താഴെ എറിഞ്ഞ് പൊട്ടിച്ച് അതപ്പുറത്തുള്ള തോട്ടിലേക്ക് എറിഞ്ഞു എന്നൊക്കെ റൂബിൻ കൃത്യമായി പറയുന്നുണ്ട്. നമുക്ക് നോക്കാമെന്നേ. അപ്പോൾ അനീതി അങ്ങേയറ്റം ചെയ്യാൽ അങ്ങനെ അങ്ങ് പറ്റുമോ? ഇത് വെള്ളരിക്കപ്പെട്ടനൊക്കെയാണോ? നമുക്ക് നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ക്ലൈമാക്സിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചരണം ഉച്ചസ്ഥായിലായി. രാഹുൽ ഗാന്ധി ഇന്ന് ബീഹാറിലും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തർപ്രദേശിലും പ്രചാരണം നടത്തുന്നു. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ഇന്ത്യ മുന്നണി യോഗം ജൂൺ 1 ഡൽഹിയിൽ ചേരും. TMCക്കെതിരായ BJP പരസ്യങ്ങൾ നിരോധിച്ച കൽക്കത്ത ഹൈക്കോടതി വിധിയിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ജൂൺ 2 ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജയിലിലേക്ക് മടങ്ങേണ്ടതിനാലാണ് 7ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജൂൺ 1 തന്നെ ഇന്ത്യ മുന്നണി യോഗം ചേരുന്നത്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ് എന്നിവരെ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പൊതുതെരഞ്ഞെടുപ്പ് അവലോകനവും തുടർ രാഷ്ട്രീയ നീക്കങ്ങളും ചർച്ച ചെയ്യാനാണ് യോഗം. അതേസമയം തൃണമൂൽ കോൺഗ്രസിനെതിരായ പത്രപരസ്യത്തിൽ
BJPക്ക് സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടിയേറ്റു. TMCക്കെതിരായ BJPയുടെ പരസ്യങ്ങൾ നിരോധിച്ച കൽക്കട്ട ഹൈക്കോടതി വിധിയിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. പരസ്യങ്ങൾ പ്രഥമദൃഷ്ട്യാ അവഹേളനപരമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. പഞ്ചാബും ഹിമാചൽ പ്രദേശും അടക്കം 8ഇടങ്ങളിലായി 57 മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന അവസാനഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണ തിരക്കിലാണ് ഇരുമുന്നണികളും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ബീഹാറിലെ ബക്തിയാർപൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പങ്കെടുക്കും. ഉത്തർപ്രദേശിൽ 3 തെരഞ്ഞെടുപ്പ് റാലികളാണ് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിശ്ചയിച്ചിരിക്കുന്നത്. 24 ഡൽഹി. ഇതിനിടെ വരുന്ന വാർത്ത, ഗുണ്ടയുടെ വിരുന്നിൽ പങ്കെടുത്തൊരു ഡിവൈഎസ്പിയുടെ വാർത്ത വരുന്നുണ്ട് കേട്ടോ. അങ്കമാലിയിലെ ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ പോലീസുകാർക്ക് ഒരു വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. തമ്മനം ഫൈസലാണ് അവർക്ക് വിരുന്ന് ഒരുക്കി. അപ്പോൾ ആ വിരുന്നിൽ ഡിവൈഎസ്പി അടക്കം പോയി മൃഷ്ടാനം നന്നായി കഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഗുണ്ടകളോടൊക്കെ ഇവർക്ക് കരുണയും സ്നേഹവുമാണ്. ഈ പറയുന്ന റൂബിനെ പോലെയുള്ള പാവം പിടിച്ചവന്മാരോട് മാത്രമേ ഈ അധികാരത്തിന്റെ ദംഷ്ട്ര അവർക്ക് പുറത്തേക്ക് ഇറങ്ങി വരൂ. സംസ്ഥാനത്ത് സ്കൂളുകൾ ജൂൺ 3 തുറക്കുന്നു. മുന്നൊരുക്കങ്ങൾ തകൃതിയാണ്. സ്കൂൾ തുറക്കാൻ വെറും ഒരാഴ്ച മാത്രം അവശേഷിക്കെ പരിഹരിക്കപ്പെടാത്ത പ്രതിസന്ധികൾ. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ തുക ഉയർത്തണമെന്ന പ്രധാനപ്പെട്ട ആവശ്യം ഇത്തവണയും സർക്കാർ പരിഗണിച്ചില്ല. പാലും മുട്ടയും നൽകുന്ന പോഷകാഹാര പദ്ധതി പ്രത്യേക പദ്ധതിയാക്കണമെന്ന ആവശ്യം ധനവകുപ്പ് തള്ളി. സ്കൂൾ തുറക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നെഞ്ചിടിപ്പേറുന്നത് പ്രഥമാധ്യാപകർക്കായിരിക്കും. സ്കൂൾ നടത്തിപ്പിനപ്പുറമുള്ള പ്രധാനപ്പെട്ട വലിയൊരു വെല്ലുവിളി അവരെ കാത്തിരിക്കുന്നു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി. തുച്ഛമായ തുക കൊണ്ട് നിരവധി പേർക്ക് അന്നം കണ്ടെത്തണം. ഉച്ചഭക്ഷണ പദ്ധതിയുടെ തുക വർദ്ധിപ്പിക്കണമെന്ന പ്രഥമാധ്യാപകരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 2016 നിശ്ചയിച്ച നിരക്കാണ് ഇപ്പോഴും തുടരുന്നത്. ഇതിനിടയിൽ സാധനങ്ങളുടെ വില പല മടങ്ങ് വർദ്ധിച്ചു. സപ്ലൈകോ തന്നെ വിപണി വിലയ്ക്ക് അനുസൃതമായി വിലയിൽ വലിയ വർധന വരുത്തി. അപ്പോഴും സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് നൽകുന്ന തുക വർദ്ധിപ്പിച്ചില്ല. ആഴ്ചയിലെ 5 പ്രവൃത്തി ദിവസത്തേക്ക് ഒരു കുട്ടിക്ക് സർക്കാർ അനുവദിക്കുന്നത് 40 രൂപ. ഇതിൽ പാലിനും മുട്ടയ്ക്കും വേണ്ടി 23 രൂപ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ബാക്കി 17 രൂപ ഉപയോഗിച്ച് വേണം 5 ദിവസത്തെ ഊണിനുള്ള ചെലവുകൾ കണ്ടെത്താൻ. ഒരു കുട്ടിക്ക് ഒരു ദിവസം ശരാശരി ലഭിക്കുന്നത് 3 രൂപ 40 പൈസയാണ്. ഈ ഊണ് നൽകാൻ അരി സപ്ലൈകോയിൽ നിന്ന് കിട്ടുമെന്നതൊഴിച്ചാൽ പച്ചക്കറികൾ, പലവ്യഞ്ജനങ്ങൾ, ഗ്യാസ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എല്ലാത്തിനും കൂടി 5 ദിവസത്തേക്ക് 17 രൂപയാണ് അനുവദിക്കുന്നത്. ഇത് 2016 നിശ്ചയിച്ചൊരു നിരക്കാണ്. ഈ നിരക്കിൽ ഇത് നടത്തിക്കൊണ്ടുപോയാൽ ആർക്കും സാധ്യമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഡിപ്പാർട്ട്മെന്റ് ഇതിന് ഇതുവരെ കൃത്യമായ ഒരു പരിഹാരം കണ്ടിട്ടില്ല. ഈ നിരക്കനുസരിച്ച് ഉച്ചഭക്ഷണം വിതരണം ചെയ്യാൻ സാധ്യമല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടും സർക്കാർ മുഖം തിരിക്കുകയാണ്. ഈ തുക തന്നെ കൃത്യസമയത്ത് അനുവദിക്കുന്നുമില്ല. ബാങ്ക് ലോൺ എടുത്തും സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചും സഹപ്രവർത്തകരിൽ നിന്ന് കടം വാങ്ങിയുമൊക്കെയാണ് പ്രഥമാധ്യാപകർ ഈ ഉത്തരവാദിത്തം നിർവഹിക്കുന്നത്. ആഴ്ചയിൽ 2 ദിവസം പാലും 1 ദിവസം മുട്ടയും നൽകുന്ന പോഷകാഹാര പദ്ധതി ഉച്ചഭക്ഷണ പദ്ധതിയോട് കൂട്ടിച്ചേർത്ത് സംസ്ഥാന സർക്കാരാണ്. പ്രതിസന്ധി കണക്കിലെടുത്ത് ഇത് പ്രത്യേക പദ്ധതിയാക്കി മാറ്റണമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് ധനവകുപ്പിനോട് ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ ഇത് അംഗീകരിക്കാൻ നിർവാഹമില്ലെന്നാണ് ധനകാര്യ വകുപ്പിന്റെ നിലപാട്. VA ഗിരീഷ്, 24 തിരുവനന്തപുരം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ ഒരു ഡിവൈഎസ്പിയും 3 പോലീസുകാരും കേട്ടോ നമ്മുടെ ഗുണ്ടാ വിരുന്നിൽ പങ്കെടുത്തത്. അങ്കമാലി പോലീസിൻ്റെ റെയ്ഡിലാണ് ഈ ഡിവൈഎസ്പി 3 പോലീസുകാർ കൂടിയത്. അപ്പോൾ അങ്കമാലി പോലീസിനെ കണ്ടതോടെ നമ്മുടെ ഈ ഡിവൈഎസ്പി പെട്ടെന്ന് കുളിമുറി കയറി ഒളിച്ചു. മറ്റ് പോലീസുകാർ ചെതറിയോടി. മാത്രമല്ല ഈ മുതിർന്ന ഉദ്യോഗസ്ഥൻ പിടിയിലായ കാര്യം CI റിപ്പോർട്ട് ചെയ്തു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. അല്പസമയത്തിനകം അതിൻ്റെ വിശദാംശങ്ങൾ നൽകാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഗുണ്ടാ പോലീസ് ബാന്ധവത്തിൻ്റെ കുറേ അധികം കഥകളുണ്ട്. ആ കഥയിലേക്ക് സുവർണേടായി ഗുണ്ടാ നേതാവിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ, മിഷ്ടാന്നം ഭക്ഷണം കഴിക്കാൻ ഡിവൈഎസ്പിയും പോലീസുകാരും. വെൽക്കം ബാക്ക് ഇവിടെ പ്രേക്ഷകർ. നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തയാണ്. ഗുണ്ടയുടെ വിരുന്നിൽ അതിഥികളായി പങ്കെടുത്ത ഡിവൈഎസ്പി തമ്മനം ഫൈസൽ എന്ന ഗുണ്ടാ നേതാവാണ് അങ്കമാലിയിലെ വീട്ടിൽ പോലീസുകാരെ സൽക്കരിച്ചത്. അങ്കമാലി SI റെയ്ഡിനെത്തിയപ്പോൾ ഡിവൈഎസ്പി ശുചിമുറിയിൽ കയറി ഒളിച്ചു. വിനിത VG വിവരങ്ങളും അല്പസമയത്തിനകം ചേരും. എന്ന് പറഞ്ഞാൽ റെയ്ഡിനെത്തിയപ്പോൾ SIയെ കണ്ടപ്പോൾ ഡിവൈഎസ്പി ശുചിമുറിയിൽ കയറി വിളിക്കുകയായിരുന്നു. അപ്പോൾ എന്തിനാണ്, എന്ത് ഉദ്ദിഷ്ടകാര്യത്തിനാണ് ഇത്തരത്തിൽ തമ്മനം ഫൈസൽ എന്ന് പറയുന്ന ഗുണ്ട പോലീസുകാരെ വീട്ടിൽ വിളിച്ച് സൽക്കരിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിവാകേണ്ടത്. വിനിത VG വിവരങ്ങളും ചേരുന്നു. വിനിത, എന്തിനായിരുന്നു ഗുണ്ടയുടെ പോലീസ് സൽക്കാരം? ഹാഷ്മി, ഈ ആലപ്പുഴയിലെ ഡിവൈഎസ്പിയും ഒപ്പം തന്നെ 3 പോലീസുകാരും അവർ ഗുണ്ടല്ലൂരിലേക്ക് ടൂർ പോയി വരുന്ന വഴിയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇങ്ങനെ വരുന്ന വഴിക്ക് തൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ടെന്നും പറഞ്ഞാണ് ഈ ഡിവൈഎസ്പി 3 പോലീസുകാരെയും കൊണ്ട് ഈ തമ്മനം ഫൈസലിന്റെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ എത്തിയ പോലീസുകാർക്കും ഡിവൈഎസ്പിക്കും ഒരു വിരുന്ന് തന്നെ ഫൈസൽ ഒരുക്കിയിരുന്നു. ഇതിനിടയിലാണ് ഈ അങ്കമാലിയൊക്കെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പോലീസിന്റെ ഒക്കെ പരിശോധനകളും റെയ്ഡും ഒക്കെ തുടർച്ചയായി നടക്കുന്നുണ്ട്. കാരണം ഈ അടുത്തിടെ ഒരുപാട് ക്രൈമുകൾ ആ മേഖലയിൽ
വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ കൂടി പശ്ചാത്തലത്തിലാണ് പോലീസ് ആ മേഖലയിൽ കൂടുതൽ പരിശോധനകൾ നടത്തിയിരുന്നു. ഇങ്ങനെ ഈ ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ ചില ആളുകൾ എത്തിയതായി പോലീസിന് വിവരം ലഭിച്ചു. തുടർന്നാണ് അങ്കമാലി സിഐയും ഈ സംഘവും ഈ റെയ്ഡിനായി തമ്മനം ഫൈസലിന്റെ അങ്കമാലിയിലുള്ള വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ എത്തിയപ്പോഴാണ് ഈ ഡിവൈഎസ്പി 3 പോലീസുകാരും ആ വിരുന്നിലുണ്ടായത്. ഒപ്പം തന്നെ ഈ പോലീസ് എത്തിയതിനെ തുടർന്ന് ഈ ഡിവൈഎസ്പി ശുചിമുറിയിലേക്ക് ഒളിച്ചു. എന്താണെങ്കിലും ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഇതിനോടകം തന്നെ പോലീസ് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തന്റെ ഒരു സുഹൃത്ത് ഉണ്ട് എന്ന് പറഞ്ഞാണ് ഡിവൈഎസ്പി ഈ 3 പോലീസുകാരെയും കൊണ്ട് ഈ ഗുണ്ടാ നേതാവിന്റെ വീട്ടിലേക്ക് പോകുന്നത്. പിന്നീട് അവിടെ ഈ ഗുണ്ടാ നേതാവ് ഒരുക്കിയ വിരുന്നിൽ അവർ പങ്കെടുക്കുകയും ചെയ്തു. ഹാഷ്മി, വിനിത, ഗുണ്ടാ വാഴ്ചയുടെ കാലമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കീറുന്ന ഗുണ്ടകളെ കാണുന്നുണ്ട്. എന്താണ്, അങ്ങേയറ്റം ക്രൂരമായ രീതിയിൽ മനുഷ്യനെ ഇടിച്ചും ചവിട്ടിയും കുത്തിയും കൊല്ലുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. വീട് കയറി ഗുണ്ടകൾ ഇന്നലെയും എവിടെയോ കയറി ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ ആഗ് എന്ന് പറഞ്ഞ് ഗുണ്ടകളെ പിടിക്കാൻ ഓപ്പറേഷൻ തീ എന്ന പേരിൽ എന്തൊക്കെയോ ഓപ്പറേഷൻ നടക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ആലപ്പുഴ പോലീസുകാർ തമ്മനം ഫൈസലിൻ്റെ വീട്ടിൽ ഓപ്പറേഷൻ ആഗിലായിരിക്കും വിനീത. പക്ഷേ ആ ഓപ്പറേഷന്റെ ഭാഗമായി അവിടെ എത്തി അവർ കൃത്യമായി അവർ ഒരുക്കിയ ഈ ഗുണ്ടാ നേതാവ് ഒരുക്കിയ വിരുന്നിലടക്കം പങ്കെടുത്ത് സുഭിക്ഷമായി ആ വിരുന്നിൽ പങ്കെടുത്തതിന് ശേഷമാണ് ഈ ആളുകൾ ഈ ഡിവൈഎസ്പി 3 പോലീസുകാരും അവിടേക്ക് പോയത്. ഇന്നലെ സിഐയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം, ഈ അങ്കമാലി സിഐയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ റെയ്ഡിനായി പോയത്. ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അടക്കം പിടികൂടിയിട്ടുണ്ട് എന്ന് ഈ സിഐ മുകൾ ഉദ്യോഗസ്ഥനെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഒപ്പം തന്നെ ഈ രഹസ്യാന്വേഷണ വിഭാഗവും ഈ വിവരം റിപ്പോർട്ട് ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ഗുണ്ടയിൽ നിന്ന് പണം വാങ്ങുന്നതിന് മറ്റുമായി ഡിവൈഎസ്പി എത്തിയതാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു റിപ്പോർട്ട് കൂടി ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ അടുത്തിടെ ഈ കൊച്ചിയിൽ ഗുണ്ടാ വിളയാട്ടം ഇങ്ങനെ നടക്കുകയാണ്. ഇതിനെതിരെ പല ഓപ്പറേഷനുകളുമായി പോലീസ് രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഗുണ്ടകളെ പിടിച്ചടക്കം കൊച്ചി നഗരത്തിന് ക്രമസമാധാനം കൊണ്ടുവരുമെന്നൊക്കെ പറയുന്ന പോലീസുകാർ ഇത് ഒന്ന് കാണണമെന്ന് കൂടിയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ആലപ്പുഴയിലെ ഡിവൈഎസ്പിയും 3 പോലീസുകാരുമാണ് ഈ ഗുണ്ടാ നേതാവിന്റെ തമ്മനം ഫൈസലിന്റെ വീട്ടിലെത്തി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ഫൈസൽ ഒരുക്കിയ വിരുന്നിൽ പങ്കെടുത്തത്. ഈ ഡിവൈഎസ്പി ഒപ്പമുണ്ടായിരുന്ന പോലീസുകാരോട് പറഞ്ഞത്, എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെയുണ്ട്, സുഹൃത്തിനെ പോയി കാണാം, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞാണ് ഈ 3 പോലീസുകാരെയും കൊണ്ട് ആ വീട്ടിലേക്ക് പോയത്. ഈ വിവരം അറിഞ്ഞെത്തിയ, അതായത് ഈ ഡിവൈഎസ്പി ആണെന്നൊന്നും അറിഞ്ഞിട്ടുണ്ടാകില്ല ഒരുപക്ഷെ സിഐയും മറ്റ് ഉദ്യോഗസ്ഥരും റെയ്ഡിന്റെ ഭാഗമായാണ് അവിടെ എത്തിയത്. ഈ സിഐയെ കണ്ട ഉടനെ തന്നെ ഈ ഡിവൈഎസ്പി ശുചിമുറിയിലേക്ക് ഓടിക്കയറി. ഈ ഉന്നത ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ അവിടെ എത്തിയ വിവരം സിഐ ഈ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ വിവരം അറിയിച്ചിട്ടുണ്ട്, റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ നമുക്കിപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഒരു വിവരം കൂടി ലഭ്യമാവുന്നത്, ഈ ഗുണ്ടയിൽ നിന്ന് പണം വാങ്ങാനും മറ്റുമായി ഡിവൈഎസ്പി അവിടെ എത്തിയിട്ടുണ്ട് എന്നൊരു വിവരം കൂടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഈ മസനഗുഡി പോയി വരും വഴി ഈ ഗുണ്ടയുടെ വീട്ടിൽ, തമ്മനം ഫൈസലിന്റെ വീട്ടിൽ വിരുന്നൊരുക്കിയെന്നാണ്. അപ്പോൾ ഡിവൈഎസ്പി MG സാബു ആണ് ഗുണ്ടയുടെ വീട്ടിൽ വിരുന്നത് ഡിവൈഎസ്പി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മസനഗുഡി പോയി വരുന്ന വഴിയിൽ ഗുണ്ടയുടെ വീട്ടിൽ കയറി മൃഷ്ടാന്നം അങ്ങ് ഭക്ഷണം കഴിക്കാനും മാത്രം ഈ ഗുണ്ടയും ഡിവൈഎസ്പിയും തമ്മിലുള്ള ആത്മബന്ധം എങ്ങനെയാണ് എന്നറിയാൻ കഴിയുന്നുണ്ടോ വിനീത? ഹാഷ്മി, അതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് അറിയാൻ കഴിയുന്നത്, ഈ ഡിവൈഎസ്പി തന്നെ ഒപ്പമുണ്ടായിരുന്ന പോലീസുകാരോട് പറയുന്നത്, ഈ ഗുണ്ട അത് തന്റെ സുഹൃത്താണ്, അദ്ദേഹത്തിന്റെ വീട് ഇവിടെ ഉണ്ട്, നമുക്ക് അവിടെ പോകാം എന്ന് പറഞ്ഞാണ് ഈ ഒപ്പമുള്ള 3 പോലീസുകാരെയും കൂട്ടി അങ്ങോട്ടേക്ക് പോകുന്നത്. അത് വളരെ കൃത്യമായുള്ളൊരു സൗഹൃദം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആവണം ഒരു സുഭിക്ഷമായിട്ടുള്ളൊരു വിരുന്നടക്കം ആ ഗുണ്ട, ഈ ഫൈസൽ എന്ന ഗുണ്ട ഈ പോലീസുകാർക്ക് ഒരുക്കി നൽകിയിരിക്കുന്നത്. ആ വിരുന്നിൽ അവർ പങ്കെടുത്തു. അതിനിടയിലാണ് വിവരമറിഞ്ഞ സിഐയും മറ്റ് പോലീസുകാരും ഒക്കെ എത്തുന്നത്. അപ്പോൾ എത്തിയപ്പോൾ തന്നെ ഈ സിഐയും പോലീസുകാരും എത്തിയപ്പോൾ തന്നെ ഡിവൈഎസ്പി നേരെ ശുചിമുറിയിലേക്കാണ് ഓടിക്കയറുന്നത്. ഇങ്ങനെയുള്ളൊരു സംഭവമാണ് ഇന്നലെ വൈകിട്ട് 6:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എന്താണെങ്കിലും ഈ അങ്കമാലി സിഐ കൃത്യമായിട്ടുള്ള നടപടി ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം ഉടനെ തന്നെ വിവരം തന്റെ മേലുദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. ഹാഷ്മി, അല്ല വിനീത, ഇപ്പോൾ മട്ടനോ ചിക്കനോ ഏതെങ്കിലും തരത്തിലുള്ള പുഴമീനോ ഒക്കെ കൂട്ടി ഭക്ഷണം കഴിക്കാൻ ശമ്പളമില്ലാത്ത ആളല്ല ഡിവൈഎസ്പി. അതിന് തമ്മനത്തെ ഗുണ്ടയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കേണ്ട കാര്യവുമില്ല. അപ്പോൾ മറ്റിടപാടാണ്. അപ്പോൾ ആ ഇടപാട് ഡീൽ എന്താണ് എന്ന് പറഞ്ഞാൽ വിനിത, നേരത്തെ തിരുവനന്തപുരത്ത് ഈ ഗുണ്ടാ പോലീസ് ബന്ധത്തിൻ്റെ പേരിൽ അങ്ങേയറ്റമായപ്പോൾ അത് എന്താണ്, അത് വല്ലാത്ത അവസ്ഥയിലാകുമ്പോൾ പോലീസുകാർക്കെതിരെ ചില നടപടിയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അവിടെ നടപടി ഉണ്ടായെങ്കിലും ഗുണ്ടകൾ എന്താണ്, പോലീസിനേക്കാൾ കൂടുതൽ ഗുണ്ടകളോട് കൂറുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അക്കൂട്ടത്തിലുണ്ട് എന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ് സംഭവത്തിൽ വിനിത.
തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഹാഷ്മി. അതായത് സാധാരണ ആളുകൾ ഈ പുറത്തിറങ്ങുമ്പോൾ ഇവർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, ഇങ്ങനെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സാധാരണക്കാർ ആരെയാണ് സമീപിക്കേണ്ടത്? ഇത്തരം ഗുണ്ടകളുടെ വിരുന്നുണ്ണുന്ന പോലീസുകാരെയാണോ എന്നൊരു ചോദ്യം മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെയുള്ള പോലീസുകാരിൽ നിന്ന് സാധാരണക്കാർക്ക് എന്ത് നീതിയാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുക? ഈ ഫൈസലിനെ പോലുള്ള ഗുണ്ടാ നേതാക്കൾ കൊച്ചിയിലടക്കം അവർ ഇങ്ങനെ വിലസി നടക്കുന്നുണ്ട്. ഈ അടുത്തിടെയൊക്കെ ഉണ്ടായ ഗുണ്ടാക്രമണങ്ങൾ, കൊലപാതക കേസുകളൊക്കെ നമുക്ക് ഈ കൊച്ചി നഗരത്തിൽ ഉണ്ട്. ഈ കൊച്ചിയിൽ ഉൾപ്പെടെ ക്രമസമാധാനം കൊണ്ടുവരുന്നതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഈ ഉന്നത പോലീസുകാരടക്കം ഇത്തരം ഓപ്പറേഷനുകളൊക്കെയായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഒരു ഡിവൈഎസ്പി തന്നെ, അതായത് ആലപ്പുഴ ജില്ലയിലെ ഡിവൈഎസ്പി തന്നെ ഈ ഗുണ്ടയുടെ വീട്ടിൽ വന്ന് വിരുന്നുണ്ട് പോകുമ്പോൾ ആ ഉണ്ട വിരുന്നിനുള്ള നന്ദി കാണിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണല്ലോ ഹാഷ്മി. പരിശോധനയ്ക്കെത്തിയ എസ് ഐയെ കണ്ട് ഡിവൈഎസ്പി ശുചിമുറിയിൽ ഒളിച്ചു എന്നൊക്കെ പറയുന്നത് എന്തൊരു നാണക്കേടാണ് വിനീത. തീർച്ചയായും ഹാഷ്മി അതിൽ സൂചിപ്പിക്കേണ്ടത്, ഈ ഒപ്പമുണ്ടായിരുന്ന പോലീസുകാർക്ക് അറിയില്ലായിരുന്നു എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നൊന്നും അറിയില്ലായിരുന്നു. ഈ ഡിവൈഎസ്പി ആ പോലീസുകാരോട് പറഞ്ഞത്, എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിൽ നമുക്ക് പോകാം എന്ന് പറഞ്ഞാണ് ഈ ഗുണ്ടയുടെ വീട്ടിലൊപ്പമുള്ള 3 പോലീസുകാരെയും കൊണ്ടുപോകുന്നത്. ഈ മടിയിൽ കനമില്ലാത്തവന് ഭയപ്പെടേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നത് പോലെ ഈ പേടിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ CI കാണുമ്പോൾ ശുചിമുറിയിലേക്ക് അടക്കം ഓടിക്കേറി ഒളിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ മുന്നോട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കൃത്യമായിട്ടുള്ള ഓപ്പറേഷനുകളടക്കം കൊണ്ടുവന്ന ഈ ഗുണ്ടകളുടെ വിളയാട്ടം അത് തടയുമെന്നൊക്കെ ഉന്നത പോലീസുകാരടക്കം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെയുള്ള സ്ഥിതിഗതികളൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് ഒരു ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ ഈ ഓപ്പറേഷൻ ആഗ് വലിയ തോതിൽ നടപ്പാക്കുന്നു, ഏതാണ്ട് ഗുണ്ടാ വേട്ട എന്നൊക്കെ കൃത്യമായി പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഗുണ്ടകളുടെ വേട്ടയ്ക്ക് അറുതിയില്ലല്ലോ. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഗുണ്ടകൾ വീട്ടിൽ കയറിയ വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അപ്പോൾ ഇത്തരം ഗുണ്ടകളുടെ വിരുന്നുണ്ണുന്ന പോലീസുകാർ ആ സേനയ്ക്കകത്ത് ഡിവൈഎസ്പി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ പോസ്റ്റാണ്, അവിടെ ഉള്ളപ്പോൾ ഓപ്പറേഷൻ ആകൊക്കെ തമാശയാണ് വിനീത. തീർച്ചയായും ആ ഓപ്പറേഷനാണ് ഇന്നലെ വൈകിട്ട് 6:30 അങ്കമാലിയിൽ തമ്മനം ഫൈസലിന്റെ വീട്ടിൽ നമ്മൾ കണ്ടത് എന്നുകൂടി വേണം പറയാൻ. എന്താണെങ്കിലും ഈ CI അങ്കമാലി പോലീസിനെ നമുക്ക് ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇങ്ങനെയൊരു സംഭവം കണ്ടപ്പോൾ ഒരു നടപടി ഉണ്ടാകുമോ, അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും പേടിയുടെ പുറത്ത് ഈ ഒരു വിവരം പൂഴ്ത്തിവെക്കാതെ ഈ അങ്കമാലി CI അദ്ദേഹം കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ ഈ ഘട്ടത്തിൽ നടത്തിയെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അദ്ദേഹം ആ വിവരം കൃത്യമായി തന്നെ തന്റെ മേലുദ്യോഗസ്ഥനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്, നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിവരം ഈ ഫൈസലിന്റെ വീട്ടിലൊക്കെ ഇങ്ങനെ ആളുകൾ പതിവില്ലാതെ എത്തുന്നു എന്നൊക്കെ ഒരു വിവരം ലഭ്യമായതിനെ തുടർന്നാണ് ഈ CIയും സംഘവും അവിടെ എത്തി പരിശോധന നടത്തിയത്. പരിശോധന നടത്തുന്നതിനിടയിൽ ഈ CI വരുന്നത് കണ്ട് നേരെ ഡിവൈഎസ്പി ശുചിമുറിയിലേക്ക് ഓടിക്കയറുന്നു. പിന്നീട് 3 പോലീസുകാർ അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും അങ്കമാലി CI ഇക്കാര്യങ്ങളൊക്കെ തന്നെ തന്റെ മേലുദ്യോഗസ്ഥരെ നമ്മൾ ഇക്കാര്യത്തിൽ നേരത്തെ കാണാറുണ്ട്. ഇത്തരം ഗുരുതര വീഴ്ചകൾ സംഭവിക്കുന്ന പോലീസുകാർക്ക് 6 മാസം ഉടായ്പ സസ്പെൻഷൻ, അത് കഴിയുമ്പോൾ വീടിനടുത്ത് പോസ്റ്റ് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ അറിയുന്ന തട്ടേക്കാട് CI ആയിരുന്നപ്പോൾ വിദേശികളുടെ മരണവുമായി ബന്ധപ്പെട്ട് നടപടി നേരിട്ട ആളാണ് ഈ MG സാബു എന്ന് അറിയാൻ കഴിയുന്നു. വിനിത, ദീർഘനാൾ സർവീസിൽ നിന്ന് ഇയാൾ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല ഇയാൾ ഈ ഗുണ്ടയുടെ വീട്ടിലെത്തിയത് ചിക്കനും മട്ടനും കഴിക്കാനല്ല, അല്ലെങ്കിൽ പുഴമീൻ കഴിക്കാനല്ല, കൃത്യമായി കാശ് വാങ്ങാൻ വന്നു എന്ന് തന്നെ IB റിപ്പോർട്ട് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. വിനിത, അപ്പോൾ കുറച്ചുകൂടി അന്വേഷണം വ്യാപിക്കുമെന്ന് കരുതാമോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നമുക്കിപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നും ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ മാസപ്പടി വാങ്ങാൻ കൈക്കൂലി വാങ്ങുന്നതിൻ്റെ ഒക്കെയായി നമ്മൾ ഈ പോലീസുകാരൊക്കെ കൃത്യനിർവഹണം കൃത്യമായി നടത്തണം, അല്ലെങ്കിൽ ഈ സാധാരണക്കാർക്ക് നീതി ഉറപ്പാക്കണമെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ ഒരു ഗുണ്ടയിൽ നിന്ന് പണം വാങ്ങുകയും ആ ഗുണ്ട ഒരുക്കുന്ന വീട്ടിൽ പോയി പങ്കെടുക്കുകയും ചെയ്യുന്നു. അത് ഒറ്റയ്ക്കല്ല, ഒപ്പമുണ്ടായിരുന്ന 3 പോലീസ് ഉദ്യോഗസ്ഥരെയും കൊണ്ടുപോയാണ് ആ വീട്ടിൽ, അത് തൻ്റെ സുഹൃത്താണെന്ന് ആ ഒപ്പമുണ്ടായിരുന്ന പോലീസുകാർക്ക് പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് ആ വീട്ടിൽ പോയി വിരുന്നുണ്ട് പണം വാങ്ങി വരുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹാഷ്മി, ഇങ്ങനെ ഈ ഗുണ്ടാ പോലീസ് ബന്ധത്തിൽ ഈ സാധാരണക്കാർ ഇനി ഇങ്ങനെ ഒരു പരാതി ഉണ്ടാകുമ്പോൾ ആരെടുത്താണ് ഈ നീതി തേടി പോവുക എന്നുള്ളൊരു ചോദ്യമാണ് ഈ ഘട്ടത്തിൽ അവശേഷിക്കുന്നത്. ഹാഷ്മി, ശ്യാംകുമാർ കുറിച്ച് ശ്യാം, ഇവിടെ ഗുണ്ടകൾ പൂണ്ടുവളയാടുന്ന ഒരു നഗരത്തിൽ അതിലൊരു ഗുണ്ടാ തലവനുമായി പോലീസിലെ ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോയിരുന്ന് വിരുന്നുണ്ണാനും മാത്രം, പണം വാങ്ങാനും മാത്രം ഇവർ തമ്മിലുള്ള ഈ ഏകോദര സഹോദര ബാന്ധവം എന്തുകൊണ്ടാണ് നമുക്ക് യഥാർത്ഥ ചിത്രം പുറത്തേക്ക് അറിയൽ സാധ്യമാകുമോ? ശ്യാം, ഹാഷ്മി, ഈ ബന്ധം തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഈ ഉദ്യോഗസ്ഥൻ MG സാബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ മുമ്പ് തട്ടേക്കാട് CI ആയിരുന്നപ്പോൾ ദീർഘകാലം സസ്പെൻഡ് ചെയ്യപ്പെട്ട് മാറ്റി നിർത്തിയ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അന്ന് വിദേശികളുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ആരോപണമെങ്കിലും പിന്നീട് പുളിക്കീഴിലും പത്തനംതിട്ടയിലും ഒക്കെ CI ആയിട്ടിരിക്കുകയും SI ആയിട്ടിരിക്കുകയും ചെയ്തപ്പോഴും ആരോപണ വിധേയനായിരുന്നു. വിവിധ കേസുകളിൽ ഇയാൾക്കെതിരായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു. ആ ഒരു കേസുകളിലൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരെ പോലീസ് സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് പ്രമോഷൻ ലഭിച്ച് DYSP ആയിരിക്കുമ്പോഴും ഗുണ്ടകളോട് ഉണ്ട ചോറിനുള്ള നന്ദി DYSP കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം
ഇയാൾക്ക് ഇന്നലെ പോയത് മസിനഗുഡിയിൽ നിന്ന് ടൂർ കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് വീട്ടിൽ പോകുന്നതിന് പകരം ഗുണ്ടയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാനും ഉപഹാരങ്ങൾ സ്വീകരിക്കാനും 3 പോലീസുകാരെയും കൊണ്ട് പോയത്. പക്ഷേ ഇതിൽ സ്പെഷ്യൽ ബ്രാഞ്ചിന് റിപ്പോർട്ട് കൊടുത്ത SI DYSP ആണെന്ന് അറിഞ്ഞതോടുകൂടി കണ്ണടച്ചിരിക്കുകയാണ്. കാരണം DYSPയെ കണ്ടപ്പോൾ SIക്ക് പേടിച്ചു പോയി. SI അതോടുകൂടി DYSPയെ കണ്ടില്ല എന്ന് പറയുകയാണ്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ കുടുങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായും തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് DYSP ആണ് എന്നുള്ളത് അവർ പറയുമെന്ന് ഉറപ്പാണ്. അടുത്ത മാസം ഈ MG സാബു സർവീസിൽ നിന്ന് വിരമിക്കാനിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. സ്വാഭാവികമായും പെൻഷൻ ആനുകൂല്യങ്ങളേക്കാൾ കൂടുതൽ സർവീസിൽ നിന്ന് വിരമിക്കാൻ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ വിരമിച്ചു കഴിയുമ്പോഴേക്കും പണത്തിനൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദീർഘകാലത്തെ ആ ബന്ധം കൊണ്ട് ഗുണ്ടയിൽ നിന്ന് കുറച്ച് പണം വാങ്ങിയെടുത്തേക്കാം എന്ന് വിചാരിച്ചതാകും ഉദ്യോഗസ്ഥൻ. എന്തായാലും അങ്ങനെ ഗുണ്ടാ വിളയാട്ടത്തിൽ ഓപ്പറേഷൻ ആഗ് എന്നൊക്കെ വലിയവായിൽ പറയുകയും DYSP അടക്കമുള്ള ഉദ്യോഗസ്ഥർ അതേ ഗുണ്ടകളുടെ വീട്ടിൽ പോയിരുന്ന് ചിക്കനും മട്ടനും പുഴമീനൊക്കെ കൂട്ടി തട്ടുക നല്ല കാര്യമാണ്. വെൽക്കം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ വിനോദ വിജ്ഞാന കേന്ദ്രമായ കണ്ണൂർ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കിൽ പുതിയൊരു അഡ്വഞ്ചർ റൈഡ് കൂടി സന്ദർശകർക്കായി തുറന്നു. ഹെലിക്കൺ എന്ന പേരിലുള്ള റൈഡ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പോൾ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിസ്മയ പാർക്ക് ചെയർമാൻ PV ഗോപിനാഥ് അധ്യക്ഷനായി. ദക്ഷിണേന്ത്യയിലെ അപൂർവ പാർക്കുകളിൽ മാത്രമുള്ള റൈഡാണ് ഹെലിക്കൺ. ഇറ്റാലിയൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച റൈഡിൽ 18 പേർക്ക് ഒരേ സമയം കയറാൻ കഴിയും. 24 റവല്യൂഷൻ പെർ മിനിറ്റാണ് വേഗം. 2 കോടി രൂപ ചെലവിലാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഈ റൈഡ് ഒരുക്കിയിരിക്കുന്നത്. സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ വിനോദ വിജ്ഞാന കേന്ദ്രമായിട്ടുള്ള വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പുതിയൊരു റൈഡ് ഹെലിക്കൺ ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് ഈ റൈഡ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഏതാണ്ട് 2 കോടി രൂപ ചെലവിട്ടാണ് ഈ റൈഡ് നിർമ്മിച്ചിട്ടുള്ളത്. 18 പേർക്ക് ഒരേ സമയം കയറാൻ വേണ്ടി പറ്റുന്ന ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസിലും ചലിക്കുന്ന ഒരു അഡ്വഞ്ചർ റൈഡാണ് വിസ്മയിൽ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ ഉച്ചവാർത്ത യാത്ര തൽക്കാലം പൂർണ്ണമാവും. നമ്മളിനി കാണുക ഇന്ന് വൈകിട്ട് എൻകൗണ്ടറിലാണ്. നമുക്ക് റൂബിൻ്റെ കാര്യമൊക്കെ ഒന്ന് പറയണ്ടേ.